മുൻ കേന്ദ്ര കോൺഗ്രസ് സർക്കാരുകൾ നടപ്പാക്കിയ പദ്ധതികളുടെ പേര് മാറ്റിയതും തുക വകമാറ്റി ചിലവഴിച്ചതും വഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചതെന്ന് മാത്യു കുഴൽനാടൻ MLA. ഗ്രാമീണ മേഖലയിലൂടെ ചെറുകിട വികസനവും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പുതിയ വീടുകളുടെ നിർമ്മാണവും വീട് മെയിന്റനൻസും നിലച്ചതിൽ പ്രതിഷേധിച്ചും അച്ഛൻ മകൾ ബന്ധത്തിലൂടെ വീണ വിജയന്റെ സ്വത്ത് സമ്പാദനത്തിൽ പ്രതിഷേധിച്ചും UDF പിണ്ടിവന മണ്ഡലം കമ്മിറ്റി മുത്തംകുറ്റി കവലയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ മേഖലയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ പരിരക്ഷയും വികസനവും കരുതലും മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര കോൺഗ്രസ് സർക്കാരുകൾ നടപ്പാക്കിയ ഗ്രാമസ്വരാജ് പദ്ധതിയുടെ പേര് ഇന്ന് ഇടത് സർക്കാർ ജനകീയാസൂത്രണം എന്നാക്കി. NHRM പദ്ധതി NHM എന്നാക്കി. രാജീവ് ഗാന്ധി ഭവന നിർമ്മാണ പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ എല്ലാ കേന്ദ്ര പദ്ധതികളുടെയും പേരുകൾ ഇടത് സർക്കാർ മാറ്റി. കേന്ദ്ര ബജറ്റിൽ ഈ പദ്ധതികളുടെ പേരിലാണ് തുക അനുവദിക്കുന്നതെന്നും ഓഡിറ്റ് നടത്തുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മകൾക്ക് മാത്രം ഈ കമ്പനി നൽകിയിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ കമ്പനിയുടെ നികുതി ഈ സർക്കാർ അന്വേഷിക്കുക? ഈ സർക്കാർ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കമ്പനിക്ക് മാത്രം നൽകിയ ആനുകൂല്യമല്ല. ആ കമ്പനി പരിശോധിച്ചപ്പോ 1,85,00,000 രൂപ, 1,185 കോടി രൂപ, 185 കോടി രൂപയുടെ വെട്ടിപ്പ് ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തിയതായി കണ്ടെത്തുകയാണ്. നിങ്ങൾക്കറിയോ, ഈ 185 കോടി രൂപ ആ കമ്പനി ന്യായമായി കിട്ടിയ ലാഭം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ കമ്പനി നടക്കുന്നത്, ആ കമ്പനി നടപ്പാക്കാൻ വേണ്ടി, ആ കമ്പനിയുടെ നടത്തിപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും 17% മൂലധന ഇൻവെസ്റ്റ്മെന്റ് കേരള സർക്കാരിനുള്ള കമ്പനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മണ്ഡലം ചെയർമാൻ മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സമാപനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, കേരള കോൺഗ്രസ് ജേക്കബ്, ബ്ലോക്ക് പ്രസിഡന്റ് മാത്യു ജോസഫ്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ M. എൽദോസ്, എബി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.